കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, കർത്താവിന്റെ രക്തത്തിന്റെ പ്രവർത്തന നിരതയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ എന്ന ഒരു പദമാണ് നമ്മൾ വായിക്കുന്നത്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്. 14 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാട്ടെ. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ, യേശുക്രിസ്തുവിൽ. 15-ാമത്തെ വാക്യം, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 17-ാമത്തെ വാക്യം, അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. അവൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ക്രിസ്തു ഭൂമിയിൽ ഒരു മനുഷ്യവേഷത്തിൽ വന്നു എങ്കിലും ആ യേശു ആരാണ് എന്ന് ഇപ്പറഞ്ഞ ഭാഗങ്ങളിൽ ഏതാണ്ട് 7ഓളം പ്രാവശ്യം ക്രിസ്തുവിനെ വിവരിക്കുകയാണ്. അവൻ മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആരംഭമായിരിക്കുന്നു, ആധാരമായിരിക്കുന്നു. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. അങ്ങനെ യേശുവിന്റെ അതുല്യതകളെ അടുക്കടുക്കായി അവതരിപ്പിച്ചിട്ട് ആ കർത്താവ് ക്രൂശിലെ മരണത്തിലൂടെ വീണ്ടെടുപ്പ് പ്രാപിച്ച, സമ്പാദിച്ച, സാധിച്ചെടുത്ത ഒരു കാര്യം അവിടെ വിവരിക്കുകയാണ്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്. ആ രക്തം കൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് എന്തൊക്കെയാണ് ഭൂമിയിൽ ചെയ്തെടുത്തത്. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് സമ്പാദിച്ച, സാധിപ്പിച്ചെടുത്ത ഒരു കാര്യം, അവൻ തന്റെ രക്തം നമുക്ക് വേണ്ടി മറുവിലയായി കൊടുക്കുകയും നമ്മെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മെ വീണ്ടെടുത്തു. മത്തായി സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി കൊടുത്ത വില എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് പറഞ്ഞു, തന്റെ ജീവനെ മറുവിലയായി കൊടുത്തു എന്നുള്ളതാണ്. 1 തിമോഥെയോസ് 2:5 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു നിരതദ്രവ്യം, മോചനദ്രവ്യം, വീണ്ടെടുപ്പിന്റെ തുക എന്നൊക്കെ നമുക്ക് അതിനെ മനസ്സിലാക്കാം. ഇവിടെ മറുവില എന്ന് പറയുന്ന പദം വളരെ അർത്ഥവത്തായ ഒരു പദമാണ്. 49-ാം സങ്കീർത്തനത്തിന്റെ 7-8 വാക്യം, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയത്തില്ല. മറുവില കൊടുപ്പാൻ ആർക്കും കഴിയത്തില്ല. അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കയില്ല. അപ്പൊ വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ സാധിക്കയില്ല. ഇനി ബൈബിളിലെ ആദ്യ പുസ്തകം എന്ന് കരുതുന്ന ഇയ്യോബിന്റെ പുസ്തകത്തിൽ, നമ്മുടെ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകമാണെങ്കിലും കാലക്രമത്തിൽ ആദ്യം എഴുതുന്നത് ഇയ്യോബിന്റെ പുസ്തകമാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 9:33-ാമത്തെ വാക്യം, ഞങ്ങളെ ഇരുവരെയും തമ്മിൽ പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ ഇടയിൽ ഒരു മധ്യസ്ഥനും ഇല്ല. ഇയ്യോബിന്റെ പുസ്തകം തന്നെ 33-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ മനുഷ്യരോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ടതിന് 1000-ൽ മധ്യസ്ഥനായ ഒരു ദൂതൻ ഉണ്ടെന്നു വരികിൽ അവങ്കൽ കൃപ വിചാരിച്ചു, കുഴിയിൽ ഇറങ്ങാവണം ഇവനെ രക്ഷിക്കണമേ,
ഞാൻ ഒരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും. അവൻ എന്തു ചെയ്യും? മനുഷ്യൻ കുഴിയിൽ ഇറങ്ങാതെ വണ്ണം അവരെ രക്ഷിക്കും. പഴയ നിയമത്തിലെ നിലവിളി, ഞങ്ങളെ ഇരുവരെയും, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥനില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു മധ്യസ്ഥൻ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്തു. മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ അവനൊരു മധ്യസ്ഥനായി മാറി. ക്രിസ്തുവിന്റെ മരണത്തിന്റെ ചിന്തകളും ചിത്രങ്ങളും ക്രൂശിൽ വെളിപ്പെട്ടപ്പോഴല്ല നമ്മൾ കാണുന്നത്. റോമൻ പട്ടാളം ക്രൂശിച്ചപ്പോഴാണ് ഉലകമത് കണ്ടതെങ്കിലും ലോകസ്ഥാപനം മുതലേ അവൻ അറുക്കപ്പെടുന്നുണ്ടായിരുന്നു. ആദ്യ മനുഷ്യനായ ആദവും ഹവ്വയും പാപം ചെയ്തു. അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ പിതാവായ ദൈവത്തിനും പാപിയായ മനുഷ്യർക്കും നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെടുകയാണ്. അത് ആദ്യകാലത്ത് നടന്നത്. ഇന്ന് നിങ്ങൾ നോക്കിക്കേ, അവിടെ എന്താ വായിക്കുന്നത്? സ്വർഗത്തിൽ 24 മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി എന്നാ പറയുന്നത്. എന്താണ് അവിടുത്തെ വിലയുടെ ആവശ്യകതയായി മാറിയ കാര്യം? എവിടെ നിന്നാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്? 1 കൊരിന്ത്യർ ലേഖനം 6:19, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിഞ്ഞിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 20:28, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ. വെളിപ്പാട് പുസ്തകം 5-9 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന, കുഞ്ഞാടേ നീ യോഗ്യൻ, പുസ്തകം വാങ്ങാൻ, മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആ വിലയ്ക്ക് വാങ്ങിയതിൽ ആരെയും ഒഴിവാക്കിയിട്ടില്ല. ജാതിയുടെ പേരിൽ, വംശത്തിന്റെ പേരിൽ, ഗോത്രത്തിന്റെ പേരിൽ ആരെയും ഒഴിവാക്കിയിട്ടില്ല. മുഴുവൻ മാനവകുലത്തിനു വേണ്ടി അതാണ് വിവരിച്ചു പറഞ്ഞത്. സർവഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും, ജാതിയിൽ നിന്നുമുള്ളവരെ അവിടുത്തെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. എവിടെ നിന്നാണ് വിലയ്ക്ക് വാങ്ങിയത്? ഗലാത്യ ലേഖനം 3:13 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അടുത്ത ഭാഗം, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ദൈവം സമ്പാദിച്ച ഒരു കാര്യം നമ്മെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ്. ഹല്ലേലൂയ. പലപ്പോഴും ആളുകൾ നമ്മെ വിലയില്ലാത്തവരായി കാണാറുണ്ട്. നമ്മുടെ ഭൂമിയിലെ എന്തെങ്കിലും അവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നമ്മെ പലപ്പോഴും ആളുകൾ വിലയില്ലാത്തവരായി കാണാറുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വിലയേറിയവരാണ്. 1 പത്രോസിന്റെ ലേഖനം 1:18-19 വ്യർത്ഥവും പിതൃഭാരവുമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ വസ്തുക്കളെ കൊണ്ടല്ല. എന്തുകൊണ്ടാണ് അവിടെ പൊന്നിന്റെയും വെള്ളിയുടെയും കാര്യം പറഞ്ഞത്? സംഖ്യാപുസ്തകം 31:50 പൊന്നുകൊണ്ടുള്ള ഒരു വീണ്ടെടുപ്പിന്റെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 30:15 വെള്ളി കൊണ്ട് വീണ്ടെടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. ആ വെള്ളിയുടെ കാര്യം പറയുമ്പോൾ പറയാണ്, ധനവാൻ കൂടുതൽ കൊടുക്കരുത്, ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. ഓരോരുത്തരും അവനവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പിന് വേണ്ടി 1/2 ശേക്കൽ വെള്ളി വീതം കൊടുക്കണമെന്നാണ് പ്രമാണം. ധനവാനായതുകൊണ്ട് കൂടുതൽ കൊണ്ടുവരണ്ട, ദരിദ്രനായതുകൊണ്ട് കുറച്ചു കൊണ്ടുവരികയും വേണ്ട. എല്ലാവരുടെയും വീണ്ടെടുപ്പ്
ദൈവസന്നിധിയിൽ ഒരുപോലെയുള്ളതാണ്. ദരിദ്രർക്ക് ദൈവം പല കാര്യങ്ങളിലും ഇളവ് കൊടുത്തിട്ടുണ്ട്. ആദ്യജാതനെ അർപ്പിക്കാൻ വരുമ്പോൾ ആടിനെ കൊണ്ടുവരണമെന്നാണ് ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിലെ പ്രമാണം. എന്നാൽ ദൈവം പറഞ്ഞു, ആടിനെ വാങ്ങിച്ചു കൊണ്ടുവരാൻ വകയില്ലെങ്കിൽ ഒരു ഇണപ്രാവിനെ അല്ലെങ്കിൽ 2 കുറുപ്രാവിനെ കൊണ്ടുവന്നാലും മതി. അതാണ് ലൂക്കോസ് 2:24 നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കുകയാണ്. അവനെ കർത്താവിനെ അർപ്പിപ്പാനും യഹോവയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യാഗമർപ്പിപ്പാനുമായി 2 കുറുപ്രാവുകളെ കൊണ്ടുപോയി. ഹലോ, യോസഫിന്റെയും മറിയുടെയും കുടുംബത്തിൽ ആദ്യമായി ജനിച്ച ആദ്യജാതനെ അർപ്പിക്കാൻ പോകുമ്പോൾ ലേവ്യ പുസ്തകത്തിലെ പ്രമാണം ആടിനെ കൊണ്ടുപോകണമെന്ന. എന്നാൽ ആടിനെ വാങ്ങിച്ചുകൊണ്ടുവരാൻ ആസ്തി ഇല്ലെങ്കിൽ 2 കുറുപ്രാവിനെ കൊണ്ടുപോയാലും മതി. യേശുവിനെ അർപ്പിപ്പാൻ യോസഫും മറിയും കൂടെ ആലയത്തിലേക്ക് പോയപ്പോൾ 2 കുറുപ്രാവിനെയാണ് കൊണ്ടുപോയത്. ദരിദ്രനായിട്ടാണ് യേശു ജനിച്ചത്. വാസ്തവത്തിൽ യേശു ദരിദ്രനായിരുന്നില്ല. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവനാണ്. അവൻ സകലത്തിനും ആധാരമായവനാണ്. വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഭൂലോകത്തിന്റെ മുഴുവൻ ഉടമസ്ഥനായവൻ. കൊരിന്ത്യ ലേഖനത്തിലെ വാക്യം ഉദ്ധരിച്ചാൽ നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന അവന്റെ കൃപ. അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി മാറി. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. പഴയ നിയമത്തിൽ പൊന്നുകൊണ്ടുള്ള വീണ്ടെടുപ്പിന്റെ കാര്യമാണ് സംഖ്യ 31:50 വായിക്കുന്നത്. വെള്ളി കൊണ്ടുള്ള വീണ്ടെടുപ്പിന്റെ കാര്യമാണ് പുറപ്പാട് 30:15 നമ്മൾ വായിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന്റെയൊക്കെ പൊരുൾ പറയുകയാണ്. പത്രോസിന്റെ ലേഖനത്തിലെ വാക്യം, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് ചെയ്തെടുത്ത കാര്യങ്ങൾ. ഒന്ന്, ഹി പർച്ചേസ്ഡ് ആൻഡ് ഹി റിഡീംഡ് us. നമ്മെ വീണ്ടെടുത്തു, നമ്മെ വിലയ്ക്ക് വാങ്ങി. കരുണയുള്ള ദൈവം നമ്മെ വീണ്ടെടുത്തു. വീണ്ടെടുപ്പിന്റെ വില കൊടുത്തു. ആർക്കാ കൊടുത്തത്? പിശാചിനുമല്ല, പിതാവായ ദൈവത്തിനുമല്ല. പിന്നെ ആർക്കാ കൊടുത്തത്? ആർക്കെങ്കിലും രക്തം കൊടുക്കുകയല്ല ചെയ്തത്. പാപിക്ക് വേണ്ടി പാപമോചനത്തിനായി മറുവിലയായി നിരതദ്രവ്യമായി വീണ്ടെടുപ്പിന്റെ മുതൽക്കൂട്ടായി ആ മൂല്യമുള്ള രക്തം നിയമത്തെ പൂർത്തീകരിച്ചു. ആ നടപടിക്രമം പൂർത്തീകരിച്ചു. അതാണ് ക്രൂശിൽ യേശു പറഞ്ഞത്, സകലവും നിവർത്തിയായി. 2, അവൻ നമുക്ക് ദൈവത്തോട് നിരപ്പും സമാധാനവും ഉണ്ടാക്കി എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. അവൻ നമ്മുടെ സമാധാനം. ഓരോന്നായിട്ട് വിവരിക്കട്ടെ. ഇവിടെ അവനെ കുറിച്ച് പറയുന്ന 1-ാമത്തെ പദം, അവൻ നമ്മുടെ സമാധാനം. യേശു നമ്മുടെ സമാധാനമാണോ? വേദപുസ്തകത്തിൽ വായിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവൻ നമ്മുടെ സമാധാനം. അടയ്ക്കപ്പെട്ട മുറിക്കകത്ത് യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാരിയ്ക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ ചെന്നിട്ട് 3 പ്രാവശ്യം കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യോഹന്നാൻ 14:27 കർത്താവ് പറയാണ്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ശേപ്രവൻ 9:6 അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. ഫെസ്ലേഖൻ 2:14 വാക്യങ്ങൾ, അവൻ നമ്മുടെ സമാധാനം. അടുത്തത്, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം അതൊരു ഭയങ്കര ശത്രുത്വമായിരുന്നു. ആ ശത്രുത്വത്തെ തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവരെ ഇടിച്ചു കളഞ്ഞുകൊണ്ട് സമാധാനം ഉണ്ടാക്കി. അവൻ നമ്മുടെ സമാധാനം എന്ന് പറഞ്ഞപ്പോൾ ആ സമാധാനം ഉണ്ടാക്കിയ ഇടം പൗലോസ് വ്യക്തമാക്കുകയാണ്. എന്താ അവൻ ചെയ്തത്? അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഏതാണ് 2 പക്ഷം? ഒന്ന് യഹൂദൻ, മറ്റൊന്ന് ജാതികൾ. ക്രൂശിൽ യേശു 2 വശത്തേക്ക് കൈനീട്ടി, യഹൂദനിലേക്കും യവനിലേക്കും. എന്നിട്ട് ആ ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്തു. ക്രിസ്തുവിൽ യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല. ഹല്ലേലൂയ. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അടുത്ത ഭാഗം, ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച്
ശത്രുത്വമില്ലാതാക്കി. യഹൂദനും യവനനും തമ്മിൽ ശത്രുത്വമുണ്ട്, ദൈവവും മനുഷ്യനും തമ്മിൽ ശത്രുത്വമുണ്ട്. എവിടെയും വേർപാടുകളായിരുന്നു, ചേരിതിരിവുകളായിരുന്നു. എന്നാൽ ആ വേർപാടിന്റെ നടുച്ചുവര് അവൻ ഇടിച്ചു കളഞ്ഞു. അവൻ പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ നിരപ്പുള്ളവരാക്കി മാറ്റി. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഇങ്ങനെ പോരടിക്കാൻ നിൽക്കുകയാണ്. രമ്യപ്പെടുന്നില്ല. എന്നാൽ അതിന്റെ നടുക്കൊരാൾ വന്നു നിന്നിട്ട് ഈ രണ്ടുപേരോടും സംസാരിച്ചിട്ട് അവരെ തമ്മിൽ ഒന്നാക്കി തീർത്തു, രമ്യപ്പെടുത്തി. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് ചെയ്തെടുത്ത കാര്യങ്ങളാണ് നാം ചിന്തിച്ചു വരുന്നത്. മൂന്നാമത്തെ കാര്യം, അവൻ അവിടുത്തെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചു എന്നുള്ളതാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാമത്തെ വാക്യം. ആട്ടുകുറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയോ അധികമായി ശുദ്ധീകരിക്കും. ഒരു ഉദാഹരണം പറയുകയാണ്. മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന ഭസ്മം ജഡീക ശുദ്ധി വരുത്തുന്നു, അങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ അതിനേക്കാൾ ഉപരി ജഡത്തിന്റെ ശുദ്ധീകരണത്തെക്കാൾ അപ്പുറം മനസാക്ഷിയിലെ ആന്തരിക മനുഷ്യനിലെ കുമിഞ്ഞുകൂടി കിടക്കുന്ന ആ പാപത്തെ കഴുകിക്കളയാൻ കഴിയുന്ന യാതൊരു ലായനിയും ഇവിടെ ഇല്ല. ഇനി എബ്രായർ 9:22 ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ഏകദേശം, സമ്പൂർണമല്ല. എന്നാൽ സമ്പൂർണമായി നമ്മെ ശുദ്ധീകരിക്കുന്ന, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി നമ്മെ ശുദ്ധരാക്കി തീർക്കുന്നത് യേശുവിന്റെ പരിശുദ്ധമായ രക്തം മാത്രമാണ്. എബ്രായ ലേഖനം 10:29 തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കുന്നവർ എത്ര വലിയ കഠിന ശിക്ഷയ്ക്ക് പാത്രഭൂതരാകുമെന്ന് വിചാരിപ്പീൻ. എന്നാൽ നമുക്ക് പറയാൻ കഴിയും, നമ്മുടെ പാപത്തിന്റെ കറ മുഴുവൻ കഴുകിക്കളയുന്ന ഒരു സിദ്ധൌഷധമുണ്ട്. അത് യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 4, ആ രക്തം നമുക്ക് പ്രായശ്ചിത്തമായി മാറി എന്നുള്ളതാണ്. റോമാലേഖനം 3:25 വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. 1 യോഹന്നാൻ 3:16 യോഹന്നാൻ 3:16 ചേർത്ത് പഠിച്ചാൽ നല്ലൊരു ചിന്ത കിട്ടും. 1 യോഹന്നാൻ 3:16 അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ച് തന്നതിനാൽ സ്നേഹം എന്ത് എന്ന് നാം അറിഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. റോമർ 3:25 നമ്മൾ വായിച്ചത്, വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ്. അവന്റെ രക്തം പ്രായശ്ചിത്തമായത് ആർക്കു വേണ്ടിയാണ്? 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിനും മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. ലോകത്തിലേത് ഭാഗത്ത് താമസിക്കുന്ന ഏതൊരു മനുഷ്യനും വേണ്ടിയാണ് യേശു പ്രായശ്ചിത്തമായി കുരിശിൽ മരിച്ചത്. ആ രക്തത്തിന്റെ പ്രായശ്ചിത്തത്തിൽ നിന്ന് ആരെയും ദൈവം ഒഴിവാക്കിയിട്ടില്ല. യേശുവിനെ പരിചയപ്പെടുത്താൻ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്ന് പേര്. യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചത് എന്താണെന്നറിയാമോ? ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാണ്. യഹൂദന്മാർക്ക് ആ പശ്ചാത്തലം നന്നായിട്ടറിയാം. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന യഹൂദന്റെ മഹാപാപ പരിഹാര ദിവസം 2 ആടിനെ എടുക്കുന്നു. ദൈവത്തിൽ നിന്നും മനുഷ്യർക്ക് നിന്ന് ചീട്ടിട്ട് വേർതിരിക്കുകയാണ്. ദൈവത്തിൽ നിന്നും ചീട്ട് വീണ ആടിനെയാണ് അറുത്തതിന്റെ രക്തവുമായിട്ടാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നത്.
രണ്ടാമത്തെ ആട് അസസേലിൽ നിന്നാണ് തെറ്റി ഒഴിയുന്നതെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ ആടിന്റെ മേൽ പാപം ചുമത്തിയാണ് ഒരാളുടെ കയ്യിൽ കൊടുത്ത് മരുഭൂമിയിലേക്ക് വിടുന്നത്. യഹൂദന്റെ പാപം മാത്രമാണ് ആ ആട് ചുമന്നു കൊണ്ടുപോകുന്നത്. അഹരോൻ ആ ആടിന്റെ മേൽ കൈവെക്കുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ ലംഘനങ്ങൾ, പാപങ്ങൾ, അകൃത്യങ്ങൾ അതെല്ലാം ആടിന്റെ മേൽ ചുമത്തി ആ ആട് മരുഭൂമിയിലേക്ക് പോകുകയാണ്. പോരിലായ ക്രിസ്തു നഗരവാതിലിന് വെളിയിൽ വെച്ച് മനുഷ്യവർഗത്തിന് വേണ്ടി കഷ്ടമനുഭവിച്ചപ്പോൾ യഹൂദന്റെ മാത്രമല്ല പാപം ചുമന്നു കൊണ്ടുപോയത്, യഹൂദന് വേണ്ടി മാത്രമല്ല യേശു പ്രാശ്ചിത്തമായത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രാശ്ചിത്തമാകുന്നു, സർവ ലോകത്തിന്റെയും പാപത്തിന് തന്നെ. അതുകൊണ്ടാണ് യേശുവിനെ പരിചയപ്പെടുത്തിയത്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. റോമാലേഖനം 5:9. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികം കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് ചെയ്തെടുത്ത മറ്റൊരു കാര്യം, യേശുവിന്റെ രക്തം പിശാചിന്റെ മേൽ നമുക്ക് വിജയം നൽകുന്നു എന്നുള്ളതാണ്. ഇബ്രായ ലേഖനം 2:14-15 വാക്യം. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശു തന്റെ മരണത്താൽ നീക്കി. കൊലോസ്യ ലേഖനം 2:15. സാത്താന്യമായ വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ക്രൂശിൽ വെച്ച് ആയുധവർഗം വെപ്പിച്ചു. വെളിപ്പാട് പുസ്തകം 12:11 ഒന്ന് വായിക്കണം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. അവനെ ജയിച്ചു. തൊട്ടു മുകളിൽ പറയാണ്, ദൈവമക്കളെ രാപകൽ അപവാദപ്പെടുത്തുന്ന, കുറ്റം പറയുന്ന അപവാദിയായ പിശാചിനെ തള്ളിയിട്ടുവല്ലോ. ആ തള്ളിയിടപ്പെട്ട പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞിട്ട് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയാൻ ശ്രമിക്കുകയാണ്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. ആ ശക്തി കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കേണ്ടതിന് ഇങ്ങനെ ഊടാടി സഞ്ചരിച്ച് നടക്കുകയാണ്. ഈ സാത്താന്യ പ്രലോഭനങ്ങളിൽ നിന്ന് നമുക്ക് വിജയം നേടാൻ കഴിയും. എങ്ങനെയാണ്? സാത്താന്യ ശക്തികളുടെ മേൽ എങ്ങനെ നമുക്ക് ജയം നേടാൻ കഴിയണം? ഞാനൊരു ദൈവവൈദ്യനാണ് എന്ന് നീ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലാണ്. പിശാചിന് ഇതിന്റെ മേലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആ വാക്യം നോക്കിക്കേ. അവർ അവനെ എന്ന് പറഞ്ഞ പിശാചിനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. നാം പരാജയപ്പെടുന്നവരല്ല, നാം ജയിച്ചവരാണ്, ജയിക്കുന്നവരാണ്. ആ ജയത്തിനുപാധിയായി മാറുന്നത് യേശുവിന്റെ രക്തമാണ്. ആത്മീയമായ പോരാട്ടങ്ങൾ കടന്നു വരുമ്പോ യേശുവിന്റെ രക്തത്താൽ ജയം എന്ന് പറഞ്ഞേ പിശാചിന് അവിടെ നിലനിൽപ്പില്ല. കാരണം അവന് പേടിയുള്ള ഒരു കാര്യം ഭൂമിയിലുള്ളത് യേശുവിന്റെ രക്തം മാത്രമേ ഉള്ളൂ. യേശുവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സാധിച്ചെടുത്ത ആറാമത്തെ കാര്യം, നമുക്ക് ദൈവവുമായി ഒരു ഉടമ്പടി ഉണ്ടാകാൻ അതൊരു കാരണമായി മാറി എന്നുള്ളതാണ്. യേശു ക്രിസ്തു തന്റെ സഭയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായി. ആ ഉടമ്പടിയുടെ മൂലഹേതു എന്ന് പറയുന്നത് യേശുവിന്റെ രക്തമാണ്. കവനന്റ് എന്ന പദമാണ്. കർത്തൃമേശയുള്ളപ്പോഴൊക്കെ നമ്മൾ വായിക്കാറുള്ള വാക്യം ഓർമ്മയുണ്ടല്ലോ. കർത്താവ് പറഞ്ഞത്, ഇത് അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. നിയമം എന്ന് പറയുമ്പോൾ ലോ എന്ന പദമല്ല. കോടതിയിലെ ഇന്ന് വകുപ്പ് നിങ്ങൾ തെറ്റിച്ചു, അവിടെ നിയമമാണ്. എന്നാൽ പഴയ നിയമമെന്നോ പുതിയ നിയമമെന്നോ ബൈബിൾ വിവക്ഷിക്കുന്നത് നാം വിചാരിക്കുന്ന നിയമമല്ല, ലോ അല്ല. അതിന് ബൈബിളിൽ ഉപയോഗിച്ചേക്കുന്ന പദം കവനന്റ് എന്ന പദമാണ്. ന്യൂ ടെസ്റ്റമെന്റ്, ഓൾഡ് ടെസ്റ്റമെന്റ്. ഒരു ഉടമ്പടി ഉറപ്പാക്കാൻ വേണ്ടി അതിനുവേണ്ടി ചൊരിയപ്പെടുന്ന രക്തം. പഴയ നിയമം സ്ഥാപിച്ചത് ഒരു കാളയുടെ രക്തത്തിന് മേലാണ്. പുറപ്പാട് പുസ്തകം 24:8 വാക്യം. മോശെ രക്തമെടുത്ത് ജനത്തിന്റെ മേൽ തളിച്ചു, ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. ജനത്തിന്റെ മേൽ തളിച്ചത് കാളയുടെ രക്തം. എന്നിട്ടാണ് മോശ പറഞ്ഞത്, ഇത് ദൈവം നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം. എന്നാൽ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് തിരുവത്താഴം സംസ്ഥാപിച്ചപ്പോൾ കർത്താവ് പാനപാത്രം എടുത്ത് അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത് അനേകരുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം.
ഈ വീഞ്ഞ് വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഇത് യേശുവിന്റെ രക്തത്തെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെയാണ് പ്രസ്താവിക്കുന്നത്. അവന്റെ മരണം ഒരു സാധാരണ മരണമല്ല. എന്തുകൊണ്ടാണ് നാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്നത്? യേശുവിന്റെ അവദാനങ്ങളൊക്കെ പ്രസംഗിക്കാമല്ലോ. പക്ഷേ അവൻ നമ്മെ നാമാക്കി മാറ്റിയത്, നമ്മെ വീണ്ടെടുത്തത്, നമ്മെ പിശാചിന് മേൽ, ശാപത്തിന് മേൽ, പാപത്തിന്മേലൊക്കെ ജയം നേടിത്തന്നത് യേശുവിന്റെ പരിശുദ്ധമായ രക്തമാണ്. മത്തായി 26:28 ഇത് അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. 1 കൊരിന്ത്യർ ലേഖനം 10:16 നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പോ യേശുവിന്റെ രക്തം നമുക്ക് എന്ത് നൽകി തന്നു? ഒരു കൂട്ടായ്മ, എ കമ്മ്യൂണിയൻ, എ കവനന്റ്. ഇത് ലോകപ്രകാരമുള്ള നിയമമല്ല. ഇത് ചെയ്താൽ അത്, അല്ലെങ്കിൽ ഇന്ന ശിക്ഷ, അങ്ങനത്തെ നിയമമല്ല. ഇതൊരു ഉടമ്പടിയാണ്. ഹലോ, മനസ്സിലായോ? നാമും കർത്താവും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ഉടമ്പടിയുടെ അടയാളം യേശുവിന്റെ രക്തം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സാധിക്കുന്ന 7ാമത്തെ കാര്യം, നമുക്കൊരു പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഉറപ്പ്. 2 കാര്യങ്ങളുടെ ഉറപ്പോടെ ഉണ്ടാകുകയാണ്. 1, എനിക്കൊരു നിത്യജീവനുണ്ട്. 2, ഒരു ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതലുള്ള വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. ചെയ്തില്ലെങ്കിൽ എന്താണ് ദോഷം? മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. ചെയ്താൽ എന്ത് കിട്ടും? അടുത്ത വാക്യം, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. ഈ രക്തം കുടിക്കാത്തവന് ജീവനില്ല. ജീവൻ എന്ന് പറയുന്നത് സ്വാഭാവിക ജീവനല്ല, ഇറ്റേണൽ ലൈഫാണ്, നിത്യജീവനാണ്. ആ രക്തം കുടിക്കുന്നവന്, ആ മാംസം ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുവിന്റെ രക്തം നമ്മൾ കുടിക്കുന്നുണ്ടോ? ഇറച്ചി തിന്നുന്നുണ്ടോ? ഇത് ഒരു സിംബോളിക്കൽ ടേമാണ്. ഈ അപ്പവും വീഞ്ഞും യേശുവിന്റെ മാംസത്തെയും രക്തത്തെയും പ്രതിനിധാനം ചെയ്യുകയാണ്. അവന്റെ മരണത്തെ ഓർപ്പിക്കുന്നതാണ്. അതല്ലേ തിരുവെഴുതനം? അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വിശപ്പ് മാറ്റാനുള്ള ആഹാരമല്ലിത്. അവൻ ഇവിടുത്തെ ലോകത്തിൽ ജീവിതത്തിൽ സർവൈവ് ചെയ്യാൻ, അതിജീവിക്കാൻ ആഹാരം നമുക്ക് വേണം. പക്ഷെ മേലോകത്ത് പോകാൻ, സ്വർലോകത്ത് പോകാൻ, ദൈവത്തോടുകൂടെ നിത്യം വസിക്കാനുള്ള നിത്യജീവന്റെ ഓഹരിക്കാരനാക്കി നിന്നെ മാറ്റുന്നത് യേശുവിന്റെ രക്തമാണ്. അതിനെ കുടിക്കുക, കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുക എന്നുള്ളതാണ്. ആഹാരം കഴിക്കുമ്പോൾ ആ ആഹാരം നമുക്ക് ഊർജമായി മാറാറില്ലേ? ഇതുപോലെ യേശുവിന്റെ രക്തം നമുക്ക് ഊർജമായി മാറണം, അത് നമുക്ക് ശക്തിയായി തീരണം. അങ്ങനെയായാൽ എന്ത് സംഭവിക്കും? ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആരാ പറയുന്നത്? ഞാൻ. യേശു പറയാണ് ഞാൻ. എത്ര ഭയങ്കര പ്രത്യാശ! സ്വർഗത്തിൽ ഒരു ദിവസം കർത്താവിന്റെ കൂടെ നാം പന്തിയിലിരിക്കുമെന്നുള്ള ആ മനോഹരമായ പ്രത്യാശ യേശുവിന്റെ രക്തം മൂലം ദൈവം നമുക്ക് സാധിപ്പിച്ചു തരികയാണ്. ബാബു ജോർജ് പത്തനാപുരത്തിന്റെ മാസ്റ്റർ പീസ്, ക്രിസ്തുവിന്റെ ക്രൂശീകരണം, ഒരു സമഗ്ര പഠനം. ഹൃദയസ്പർശിയായ ആ സംഭവം ആഴത്തിൽ ധ്യാനിക്കാൻ ഉതകുന്ന ഉത്തമ കൃതി. ഈ പുസ്തകം ഇന്ന് തന്നെ സ്വന്തമാക്കുവിൻ. ഫോൺ 7736112475, 7736112375. ഇമെയിൽ babujorge patanapuram@yahoo.com. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167, 9946997525.